അപ്സരയെക്കുറിച്ച് ആൽബി ഇതുവരെ ഒരു മോശം വാക്ക് പോലും തുറന്നു പറഞ്ഞിട്ടില്ല. ആൽബിയെക്കുറിച്ച് അപ്സരയും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇരുവരും രണ്ടുപേരെയും കുറിച്ച് പരസ്പരം പറയാതിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നത്. അക്കൂട്ടത്തിലാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ആൽബിയുടെ ഒരു പോസ്റ്റാണ് ചർച്ചയാകുന്നത്. ആൽബി പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിന് താഴെ വരുന്ന ഒരു ക്യാപ്ഷൻ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. ബിഗ് ബോസിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അത്ര വലിയ പോസ്റ്റുകളൊന്നും പങ്കുവച്ചിട്ടില്ല. ബിഗ് ബോസിന് ശേഷം തന്നെ നിരവധി കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട് എന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനൊരു അവസരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെയാണ് ആൽബിയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് പറയണം. അടുത്ത കസിൻ്റെ കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള ആൽബിയുടെ പോസ്റ്റുണ്ട്. ഒരു വർഷം മുൻപ് ഇതേ കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പകർത്തിയ വീഡിയോയും ആൽബി പങ്കുവച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊന്ന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ആൽബി കുറിച്ചു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. ഇതൊരു വർഷം മുൻപ് അപ്സര ബിഗ് ബോസിലായിരുന്ന സമയത്ത് സിദ്ധുവിൻ്റെ ബർത്ത്ഡേയിൽ എടുത്തതാണ്. ഇനി ഇതുപോലൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നു. അപ്സര അന്ന് ആ വീഡിയോയിൽ ഇല്ലായിരുന്നു. അപ്സര ബിഗ് ബോസിലായിരുന്ന സമയത്താണ് ഇത് ആഘോഷമാക്കിയിരുന്നത്. ആ സമയത്തായിരുന്നു ഇത് സംഭവിച്ചത്. എളേച്ചോ എന്ന് വിളിച്ച് അവൻ്റെ പുറകെ നടന്നതിൻ്റെ ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നുണ്ട്. ഞാനും എൻ്റെ സിദ്ധുവും ഒരുപാട് നാളുകൾ ഒരുമിച്ച് ആഘോഷിച്ചവരാണ്. അവരുടെ ഇടയിലേക്ക് ഒരുപാട് സ്നേഹവും പിണക്കവും എല്ലാം വന്നു എന്ന് പറയുന്നു. എളൈച്ചായി എന്ന് വിളിച്ച് എൻ്റെ പുറകെ അവൻ നടക്കുമെന്നും അതിൻ്റെ ഭാഗ്യമാണെന്നും പറയുന്നു. ഞാൻ അവനെ സ്കൂളിൽ കൊണ്ട് വിട്ടത് എത്രയോ തവണകളാണെന്നും എൻ്റെ തൃശ്ശൂരിലെ വീട്ടിലടക്കം എത്രയോ ദിവസം അവൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ വന്നു നിന്നിട്ടുണ്ടെന്നും പറയുന്നു. എൻ്റെ മാത്രമായി നിന്നുവെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയ വികാരഭരിതമായ ഒരു ഇമോഷണൽ പോസ്റ്റ് തന്നെയാണ് ആൽബി പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ അവൻ്റെ സ്കൂളിൽ കൊണ്ട് വിട്ടത് എത്രയോ തവണകളാണ്. എൻ്റെ തൃശ്ശൂരിലെ വീടടക്കം തന്നെ പല കാര്യങ്ങളും ഓർമ്മയുണ്ടെന്നും ആൽബി പറയുന്നു. പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് അവൻ്റെ കുഞ്ഞമ്മ വന്നു. അവൾ അവനെ കൊണ്ട് പോകാത്ത ഒറ്റയ്ക്ക് ഫ്രണ്ട്സിനോടൊപ്പം എവിടെയൊക്കെയോ പോയി. തീർന്നു, ശുഭം. ഇങ്ങനെയാണ് ആൽബി കുറിച്ചത്. ബിഗ് ബോസിൽ വെച്ച് പലപ്പോഴും അപ്സരയും ഇതേ കുട്ടിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ബിഗ് ബോസ് കണ്ടവർക്ക് നന്നായി മനസ്സിലാകും. ആൽബിയുടെ പുതിയ പോസ്റ്റിലും ഇതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആൽബിയുടെ പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവുന്നില്ലെന്നാണ് ആൽബി പറയാൻ മാത്രം എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നത്. അതേസമയം രണ്ടാം വിവാഹവും തകർന്നോ എന്ന ചോദ്യങ്ങളുടെ അപ്സര പ്രതികരിച്ചിരുന്നു. പലരും ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന ചോദ്യം ആവർത്തിക്കുന്നു. ഞാനും എൻ്റെ ഭർത്താവും അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അടുത്ത സുഹൃത്തുക്കളുടെ കാര്യത്തിൽ പോലും ഒരു പരിധിക്കപ്പുറം ഇടപെടുന്ന കൂട്ടത്തിലല്ല ഞാൻ. തിരിച്ചും ഞാനത് പ്രതീക്ഷിക്കുന്നു. വളരെ വ്യക്തിപരമായ കാര്യം അത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ഇടപെടാൻ ആർക്കും അവകാശമില്ല. ഞാനും എൻ്റെ ഭർത്താവും അതേപ്പറ്റി പറയുക പോലും ചെയ്യാത്ത പല പോസ്റ്റുകളും വീഡിയോകളും ഇടുന്നത് കാണാറുണ്ടെന്നും പ്രതികരിച്ചുകൊണ്ടായിരുന്നു എത്തിയിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.